ദിവസവും ഒരു 40 മിനിറ്റ് നിങ്ങളുടെ കുട്ടി IAS പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ കുട്ടിക്കും സ്കൂൾ തലം മുതൽ തന്നെ IASന് വേണ്ടിയുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ സ്കൂൾ പഠനകാലത്ത് തന്നെ ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ തന്നെ UPSC, IAS, IPS പോലത്തെ വലിയ ലക്ഷ്യങ്ങളോട് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി പ്രാപ്തനാക്കുന്ന സഹായിക്കുന്ന നമ്മുടെ പ്രോഗ്രാമാണ് IAS ജൂനിയർ കോഴ്സ്. അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ കുട്ടിയും IAS, IPS പോലത്തെ IFS പോലത്തെ വലിയ വലിയ ലക്ഷ്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ചെറിയ പ്രായം എന്ന് പറയുന്നത് ഈ എക്സാം എഴുതാൻ പറ്റുന്ന 21ാമത്തെ വയസ്സിൽ എക്സാം എഴുതാൻ പറ്റും. അപ്പൊ 21ാമത്തെ വയസ്സിൽ തന്നെ IAS നേടുന്ന 1, 2, 3 അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ അവർ ഏത് മുതൽ തുടങ്ങി, അവർക്ക് ബേസിക്സ് എവിടെ മുതൽ കിട്ടി എന്നൊക്കെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾക്കും കാണാൻ പറ്റുന്നതാണ്. നേടിയ ആളുകളെ കാണാൻ പറ്റുമ്പം നമുക്ക് അവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ രക്ഷിതാക്കൾ വ്യക്തമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി കുട്ടികൾക്ക് വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ അവർക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ചെറിയ സ്കൂൾ ക്ലാസ് മുതൽ 5 മുതലാവട്ടെ, 10 മുതലാവട്ടെ, 8ാം ക്ലാസ് മുതലാവട്ടെ, +2 മുതലാവട്ടെ, നിങ്ങളുടെ കുട്ടി ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഇത്തരത്തിൽ വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം നമ്മൾ ചെയ്യുന്നത്. ഗോൾ സെറ്റിംഗ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സെഷൻ എന്ന് പറയുന്നത് ഡ്രീമിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ് ആണ്. കുട്ടിയെ വലിയ ലക്ഷ്യം നേടാൻ വേണ്ടി അവരെ ഡ്രീം ചെയ്യിപ്പിക്കുക, സ്വപ്നങ്ങളുടെ ലോകത്തോട്ട് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക, വലിയ വലിയ സ്വപ്നങ്ങൾ മുന്നോട്ട് വെച്ച് നേടിയ ആളുകളെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തുക, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി ഡ്രീമിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ് ആണ്. IAS പോലത്തെ IFS പോലത്തെ വലിയ ലക്ഷ്യങ്ങൾ, ഇപ്പോൾ MBBS ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, ഏത് മേഖലയിലേക്കുള്ള വലിയ ലക്ഷ്യത്തിന് കുട്ടികളുടെ മാനസികമായിട്ട് അവരെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഈ പ്രായത്തിൽ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അത് പലപ്പോഴും ഇത്തരം കുട്ടികൾ നേടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ വലിയ ലക്ഷ്യങ്ങൾ അവരെ ബോധവാന്മാരാക്കുക. കൂടാതെ ചെറിയ പ്രായം മുതൽ തന്നെ IAS പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ രൂപത്തിൽ ഇപ്പോൾ വായനാശീലം ഉണ്ടാക്കുക. പല കുട്ടികൾക്കും ഉണ്ടാവുന്ന സംഗതിയാണ് വായനാശീലം. പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്ന, പുസ്തകങ്ങളുമായിട്ട് കൂട്ടുകൂടുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങൾ എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ വലിയ ലക്ഷ്യങ്ങളിൽ എത്തിയ ലോകത്ത് വിജയിച്ച ഏതാളുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു ഗുണമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും നല്ല വായനാശീലമുള്ളവരായിരിക്കും. വായനയിലൂടെ ഒരുപാട് അറിവുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാഠപുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ. അത്തരത്തിലുള്ള വായനാശീലം ഉണ്ടാക്കുക. പിന്നെ IAS പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പത്രം വായനാശീലം ഉണ്ടാക്കുക റെഗുലറായിട്ട്. ഇപ്പൊ ഡെയിലി വീട്ടിൽ പത്രം വരുന്നുണ്ടോ, ആരും തൊട്ട് നോക്കുന്നില്ല, അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. കുട്ടികൾ രാവിലെ തന്നെ പത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാക്കി നമ്മളെ കുട്ടികളെ മാറ്റണം. എന്താണ് ഇന്നലെ സംഭവിച്ചത് ലോകത്തിൽ, അല്ലെങ്കിൽ ഇന്ന് എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ലോകത്ത് നിന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി കുട്ടികളിൽ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിലൊക്കെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ, ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്വാഭാവികമായിട്ട് അവരെ സഹായിക്കും. അല്ലാതെ UPSCക്ക് വേണ്ടി ഇന്ന് മുതലായിട്ട് ഫുള്ള് ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. അതിനുവേണ്ടിയുള്ള ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ സ്കൂൾ കാലയളവ് എന്നുള്ളത്. ആ സമയത്ത് അതിനവർക്ക് ആവശ്യമായുള്ള ഗൈഡൻസ് കൊടുക്കാനും ഒന്നുകിൽ നിങ്ങൾക്ക് പറ്റണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് നിങ്ങൾക്ക് ആസ് എ ടീച്ചറാണോ നിങ്ങൾ, അല്ലെങ്കിൽ കുട്ടിയെ നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ടീച്ചറാണെങ്കിൽ പോലും ചിലപ്പോൾ സ്വന്തം കുട്ടികൾ നമ്മൾ പറഞ്ഞ് കേൾക്കണമെന്നില്ല, സ്കൂൾ കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അപ്പൊ അത് നിങ്ങൾക്ക് സെൽഫായിട്ട് കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. ഈ ഡ്രീമിങ് ചെയ്യുക, ഗോൾ സെറ്റിംഗ് കാര്യങ്ങൾ, വായനാശീലം ഉണ്ടാക്കുക, പത്രം വായനാശീലം ഉണ്ടാക്കുക, പിന്നെ അതുപോലെ തന്നെ റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് സ്കിൽ ഡെവലപ്മെന്റുകൾ, GK ഡെവലപ്പ് ചെയ്യുക. അത് പത്രത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, വായനയിൽ നിന്ന് പറ്റും. ഇനി അതല്ലാതെ GK ആയിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയിലും പറ്റും. അതേപോലെ GK ഡെവലപ്മെന്റ്, ജനറൽ അവയർനെസ് ഉണ്ടാക്കുക, കുട്ടികൾക്ക് സംസാരശേഷി അല്ലെങ്കിൽ ലിസണിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യിക്കുക. അത് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ പല വാല്യൂസും നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. സിവിൽ സർവീസ് പോലത്തെ വലിയ ലക്ഷ്യങ്ങൾക്ക് വരുമ്പം കുട്ടിക്ക് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കുട്ടികൾ ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ അത്തരത്തിലുള്ള വാല്യൂസ്, അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അപ്പൊ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ പ്രായത്തിൽ മുതൽ തന്നെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ IAS ജൂനിയർ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഘട്ടമായിട്ട് ഡെയിലി കുറഞ്ഞ സമയമായിട്ട്, ഞാൻ 40 മിനിറ്റ് എന്ന് പറഞ്ഞത് ഒരുപാട് സമയം കുട്ടി എന്തായാലും പഠിക്കണം ഡെയിലി. അത് ബഹുഭൂരിപക്ഷം 90% സമയം നിങ്ങൾ സ്കൂൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. കൂടാതെ അതിനോടൊപ്പം ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1 അവർ കുട്ടി ഇത്തരത്തിലുള്ള കുട്ടിയുടെ വലിയ ഭാവിയിലോട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി
അവന് മാറ്റിവെക്കാൻ വേണ്ടി അവൻ തയ്യാറാവുകയാണെങ്കിൽ അത് അവന് ലക്ഷ്യബോധം ഉണ്ടാക്കാനും ആ ലക്ഷ്യബോധം അവനെ നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ ചിന്തിക്കാനും ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും അവനെ സഹായിക്കും. ആ പ്രോഗ്രാമാണ് നമ്മുടെ IAS ജൂനിയർ കോഴ്സ് എന്ന് പറയുന്നത്. IAS ജൂനിയർ കോഴ്സിൽ 2 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ട്, മറ്റൊന്ന് ഇൻഡിവിജ്വൽ മെന്ററിംഗ് ഉണ്ട്. ഫൗണ്ടേഷൻ ക്ലാസ് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാ ഹോളിഡേയ്സിലും ഉണ്ടാവുന്ന പ്രോഗ്രാമാണ്. സൂമിലൂടെ ലൈവ് ഓൺലൈൻ ക്ലാസ് ആണ്. ക്ലാസ് ആകുമ്പം ഓൺലൈൻ ആകുമ്പോൾ എന്നാണ് കേരളത്തിന്റെ ഭാഗത്തുള്ള ഏത് ഭാഗത്തുള്ള പുറത്തുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ചില സ്കൂൾ കേന്ദ്രീകരിച്ച സ്കൂളുകളിലൂടെയും ഉണ്ട്. അപ്പോൾ കേൾക്കുന്ന അധ്യാപകരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഒരുപാട് സ്കൂളുകൾ നമ്മളുടെ ടൈപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് റെഗുലറായിട്ട്, അത് ഓഫ്ലൈൻ ആയിട്ട്. ഇത് ഇനി സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക വീട്ടിലിരുന്നുകൊണ്ട് 1 മണിക്കൂർ ദിവസം വേണ്ടി മാറ്റി വെക്കാൻ പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. വീക്കിലി സ്കൂളില്ലാത്ത 1, 2, 3 ദിവസങ്ങളിൽ എന്ത് ചെയ്യുക 1, 1.5 മണിക്കൂർ വരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കുട്ടികളെയും നമുക്ക് എന്ത് ചെയ്യാം വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവരെ തയ്യാറാക്കിപ്പിക്കാം. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ കടമയാണ്. അതിനുവേണ്ടി നിങ്ങൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് മറ്റു അവസരങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ വലിയ ഭാവിക്കായി വലിയ ഭാവിയിലെ വലിയ വിജയത്തിനായിട്ട് എന്ത് ചെയ്യുക നമ്മളും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം മുതൽ ഫുള്ള് സ്കൂൾ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഭാഗത്തു നിന്ന് അതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് രക്ഷിതാക്കളും ചില കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ ഭാഗമായിട്ട് കോഴ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് അവർക്ക് വ്യക്തമായ ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യണം. നിങ്ങളുടെ കുട്ടിക്ക് അനുകൂലമാവും, കുട്ടിയുടെ ലക്ഷ്യ വിജയത്തിനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്പറുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മറ്റുള്ള വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പം മറ്റുള്ള വീഡിയോ കൂടെ കാണാം. അതുവരേക്കും